പെരുന്നാളിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അങ്ങനെ എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേറ്റു. കിടക്കുമ്പോൾ തന്നെ ലേറ്റ് ആയി, എന്നാലും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എല്ലാവരും. അതിന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും കൂളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് തന്നെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടൂസും വലിയേച്ചയുടെ കൂടെ തന്നെയാണ് കേട്ടോ നടക്കുന്നതൊക്കെ. അങ്ങനെ റിലേറ്റീവ്സൊക്കെ വന്ന് അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പെരുന്നാളുകൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 12-1 മണിയാകുമ്പോഴേക്ക് തന്നെ പെരുന്നാളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പകൽ പെരുന്നാൾ വേഗം തന്നെ ഒരു പാട്ട് പാടിയിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തലേദിവസം ശിങ്കാരിമേളുണ്ടായിരുന്നു, പിറ്റേ ദിവസത്തേക്ക് ശിങ്കാരിമേളുണ്ടായിരുന്നില്ല. അപ്പോൾ ആനേനെ പറമ്പിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് 2:30-3 മണിക്കാണല്ലോ എഴുന്നള്ളിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിള്ളേർ സെറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 3 മണി കഴിഞ്ഞപ്പോൾ തന്നെ പള്ളിയിലോട്ട് പോണ വഴിക്ക് വലിയപ്പയുടെ വീട്ടിൽ കയറി. മാത്യുസാർ ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർ അതൊക്കെ കഴിച്ചു. അങ്ങനെ അവരെ മുറ്റത്ത് പെരുന്നാൾ പോയിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. അങ്ങനെ 4 മണിയാകുമ്പോൾ തന്നെ നല്ലൊരു മഴ പെയ്തു. ഒരു 10-15 മിനിറ്റ് നല്ലൊരു മഴ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പെരുന്നാളുകളൊക്കെ കയറി നിന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് നേരെ പള്ളിയിലോട്ട് പോയി. പള്ളിയിലേക്ക് പോകുമ്പോൾ തന്നെ മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തി. ആന നടക്കുന്നത് 5 മണിക്കായിരുന്നു. അങ്ങനെ എല്ലാ സെറ്റിൽ നിന്നും ഓരോ ആനകൾ തന്നെയായിരുന്നു പ്രാവശ്യം പള്ളിക്കകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നത്. 5 മണിക്ക് തന്നെ പ്രദക്ഷിണം പുറപ്പെട്ടു. അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം കേട്ടോ. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ എടുത്തു പ്രദക്ഷിണം തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. 6 മണിയാകുമ്പോൾ തിരിച്ചെത്തി. അത് കഴിഞ്ഞ് എല്ലാവർക്കും നേരത്തെ സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ചോറ്, സാമ്പാർ, ഉപ്പേരി, അവിയൽ, പഴം, പപ്പടം, അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം.